ബ്രോക്കറെ ഹലോ ഞാനങ്ങോട്ട് വരാം. ഇവിടെ നമ്മളൊരു കൊച്ചിന്റെ ഒരു കാര്യം എന്നെ പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമ്മുടെ തടിയുടെ കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ബ്രോക്കറെ എന്തായി പറഞ്ഞു തരും? എന്തേ കൊച്ചേട്ടാ, ഞാൻ വന്നത് നാളെ നമ്മുടെ കൊച്ചിനെ കാണാൻ ഒരു കൂട്ടിനെ ഞാൻ രാവിലെ പറഞ്ഞു കൊടുക്കും. ഓ അതവിടെ നിൽക്കട്ടെ, അത് മുമ്പ് പറഞ്ഞല്ലേ ഇത് മരത്തിന്റെ, അതെന്തായി? അതാ പറഞ്ഞു വരുന്നത്. അപ്പുറത്ത് തടി നോക്കാൻ ആളെ വിടുന്നുണ്ട്. അപ്പൊ രാവിലെ ഈ 2 കൂട്ടരും വരും. ഞാൻ കാണില്ല. എനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. കൊച്ചാൻ അത് ഡീൽ ചെയ്യുമല്ലോ. അല്ല ഒരു മിനിറ്റ് വിളിക്കാവേ. നിങ്ങൾ ഇവരെ തടി നോക്കാൻ പോയില്ലേ? പുള്ളി അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പോവോ? ഇതാ വന്നു കേട്ടോ. സേവ ഇങ്ങനെ അവിടെ ഒരു മംഗളാർമ്മ നടക്കാൻ പോവാ. അവിടെ ചെന്ന് ആ കൊച്ചാറിന് ഇച്ചിരി ചൊറിയ റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയേക്കാം. ഒരു 10 മിനിറ്റ് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ സമയമില്ല. ഈ വേഷത്തിൽ അങ്ങ് പോയാൽ മതി. അതോ ഇതാണെന്ന് വീടാൻ തോന്നും കേട്ടോ. കൊച്ചാട്ടോ, ഇതാ മരം കേട്ടോ. ഇത് കൊള്ളാം, ഇത് നല്ല ഉയരാ. അവിടെ നിൽക്കാതെ കേറി പോയി. മറ്റേ അടിപൊളി ആ ബ്രോക്കർ പറഞ്ഞിട്ട് വന്നതാ. കേറിയിരിക്കും. ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ നിന്ന് കണ്ടിട്ട് നോക്കോളാം. നിങ്ങൾ അതിന് ഇല്ല, കുഴപ്പമില്ല. അല്ല അത് പറ്റത്തില്ല. അതിന് സംസാരിക്കാം. പെട്ടെന്ന് പെണ്ണേ വീട് മാറിപ്പോയെന്ന് സംശയമുണ്ട് കേട്ടോ. അതെ അതെ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇത് നമ്മുടെ അടിപൊളി പറഞ്ഞതുപോലൊന്നും അല്ല. പുള്ളി നല്ല മനുഷ്യൻ. എന്താ രണ്ടുപേരുമായിട്ട് അടക്കമൊക്കെ പറയുന്നേ? ചായ കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കുക. ചായ എടുക്കോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഞങ്ങള് കണ്ടല്ലോ, ചോദിക്കുന്നൊന്നും തോന്നരുത്. കാതില് വല്ലതും കണ്ടത്താ കൊച്ചു പഠിച്ചെന്നുള്ളത് ശരിയാ. പഠിക്കുന്ന സമയത്ത് 1-2 കാതലൊക്കെ സ്വാഭാവികമല്ലേ. എന്തായാലും ഉദ്ദേശമൊന്നും ഇല്ല ഇതിനകത്ത്. മൂടിലുള്ള കുഴപ്പമൊന്നും ഇടവണ്ണം കഴിഞ്ഞ് കാണുന്നില്ല. അല്ലൂടെ കൊടുക്കാനൊന്നും നമുക്ക് ഞാൻ എടുത്തോളൂ. വിട്ടു കീറുന്നു പറയാൻ.